ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റ് റൂട്ടീനാണ്, ഒരു സിമ്പിൾ നൈറ്റ് റൂട്ടീൻ ആയിട്ടാണ്. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം 6 o'clock. ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 5:30. യെസ്, പെട്ടെന്നൊരാഗ്രഹം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്താലോ, അതും ട്രൈ ചെയ്യാത്തൊരു സാധനം. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ പിസ്സ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ തോന്നി എന്തുകൊണ്ടും അതൊന്ന് ഷൂട്ട് ചെയ്തൊരു റൂട്ടീൻ പോലെ നമ്മളുടെ ഒരു നൈറ്റ് റൂട്ടീനായിട്ട് ചെയ്തുകൂടാന്നുള്ളത്. അങ്ങനെ അതിൽ തുടങ്ങിയതാണ്, പെട്ടെന്നുണ്ടായ പ്ലാനിങ് ആണ്. അപ്പം അതിലെന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. അപ്പം ഞാൻ ഇതെന്തിനാണ് എഴുതി വെക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ നോർമലി അങ്ങനെ എഴുതി വെക്കാറില്ലായിരുന്നു. ഇത് ഞാൻ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്റ്റാർട്ടിങ് നമുക്കൊക്കെ ഒരു കുക്കിംഗ് ചെയ്യാനുള്ളൊരു ത്വര വരല്ലോ, ഒരു ചെറുപ്പത്തിൽ നമ്മളൊരു കുട്ടികളായിരുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഓരോന്ന് എഴുതി വെച്ച് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നോക്കിയിട്ട് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കെന്തോ മറന്നു പോകുന്നതാണ്ടോണോ, അതോ എനിക്ക് അപ്പോഴേ ഇങ്ങനെ ഈ ജേർണൽ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടാണോ അറിയില്ല. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ റെസിപ്പീൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നൊരു ടൈപ്പ്. പറയുമ്പോൾ ചെറിയ റെസിപ്പിയാണ്, ചെറിയ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, എന്നാലും എനിക്കത് മറന്നു പോകും. അപ്പം ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എനിക്ക് ഈസി ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. സോ ഫസ്റ്റ് തന്നെ ഞാനൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, പിന്നെ ഒരു കപ്പ് ഹോട്ട് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം സ്റ്റിയർ ചെയ്തെടുക്കുന്നുണ്ട്. ഹോട്ട് വാട്ടർ അല്ല കേട്ടോ, വാം വാട്ടറാണ് വേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും എനിക്കത് ടിക്ക് ഓഫ് ചെയ്യാനുള്ള തിടുക്കായി. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ടിക്ക് ഓഫ് ചെയ്യാന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫൈങ് സാധനം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇൻ ദ മീൻ ടൈം നമുക്ക് ഡോൻ്റെ പ്രിപ്പറേഷനിലേക്ക് നടക്കാം. ഇത് അടിപൊളി സിൽക്കൺ മാറ്റാണ് കേട്ടോ. ഇത് നല്ല സ്റ്റിഫായിട്ട് നമ്മളെ ഗ്രാനൈറ്റിൽ നിൽക്കുന്നു മാത്രമേ. നമുക്ക് എന്തും ഇതിൽ ചെയ്യാം. കട്ട് ചെയ്യാനാണെങ്കിലും, വെജിറ്റബിൾസ് കട്ട് ചെയ്യാനാണെങ്കിലും, പരത്താനാണെങ്കിലും, ഇതുപോലെ മാവ് കൊഴിക്കാനാണെങ്കിലും, അങ്ങനെയുള്ള എന്തിനും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എഴുതി വെച്ചിട്ടും ഞാൻ മറന്നു പോയിട്ടുണ്ട്. അതായത് എനിക്ക് 2 കപ്പ് മൈദയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1 കപ്പ് മാത്രമാണ് ആഡ് ചെയ്തത്. ഞാൻ ഇത് എന്നിട്ട് ഈ മാറ്റി വെച്ച 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ കുഴക്കുന്നത്. അപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളൂ, എനിക്ക് കുഴച്ചിട്ടൊരു വളരെ കുറവുള്ള പോലെ, ഞാൻ ഈ വീഡിയോയിൽ കണ്ട പോലെയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടില്ല എന്നുണ്ട്. അപ്പം ഞാൻ പിന്നെയും 1 കപ്പും കൂടി ആഡ് ചെയ്ത് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുത്തപ്പോഴാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കി അല്ലാത്ത രീതിയിൽ കിട്ടിയത്. എനിക്ക് ഈ ക്ലേ കുഴച്ചിട്ടല്ലാണ്ട് ഈ മാവ് കുഴച്ചിട്ട് ശീലമില്ല. അപ്പം ഞാൻ ആദ്യം കരുതി ഇതെല്ലാം കൂടി എൻ്റെ കയ്യിലൊന്നായിട്ട് പറ്റി കിടക്കുന്നതെന്ന്. പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ വന്നപ്പോൾ പിന്നെ അത് നല്ല റെഡി ആയിട്ട് തന്നെ നമുക്ക് നീഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഇനി ഒരിക്കലും ഡോ ഉണ്ടാക്കാൻ നിൽക്കില്ല. ബിക്കോസ് എനിക്ക് ഇത് ഭയങ്കര ടാസ്ക് ആയിട്ടാണ് തോന്നിയത്. കാണുമ്പോൾ നമ്മൾ ഇറ്റ്സ് വെരി ഈസി, പിസ്സ അല്ലേ, ജസ്റ്റ് നമ്മൾ ആ ഡോ ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് വെജീസും ചിക്കനും ചീസും ആഡ് ചെയ്ത് ബേക്ക് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഈ ഒരു ഡോ നീഡ് ഈ ഒരു പരവാക്കി എടുക്കാൻ എനിക്ക് കുറച്ച് നല്ല ടൈം എടുത്തിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റൻറ്റ് ഡോ വാങ്ങിക്കുള്ളൂ, എന്നിട്ട് നേരെ കൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നിട്ട് ഇതിനെ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ്സ് ഇതിനെ ക്ലോസ് ചെയ്തിട്ട്, നല്ല വൃത്തിയിൽ ക്ലോസ് ചെയ്തിട്ട് കവർ ചെയ്യാൻ വെക്കാം. ഇൻ ദ മീൻ ടൈം നമുക്ക് കുറച്ച് വെജീസൊക്കെ കട്ട് ചെയ്തെടുക്കാം. സോ ബേസിക്കലി പിസ്സക്ക് എല്ലാവരും കുറച്ച് നല്ല തിക്കായിട്ട്, കുറച്ചും കൂടി ബിഗ്ഗർ സൈസിലാണ് കട്ട് ചെയ്തെടുക്കല്ലേ. പക്ഷേ എനിക്ക് ഭയങ്കര ചെറുതാണ് ഇഷ്ടം. എനിക്ക് ആ ക്യാപ്സിക്കം, ടൊമാറ്റോസൊക്കെ കടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടിയും വെന്തിട്ടുണ്ടെങ്കിൽ ബെറ്ററാണ്. അപ്പം ഞാൻ കുറച്ച് നല്ല തിന്നായിട്ടാണ്, കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓണിയൻസും അതേപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ലൈസ് ആവല്ലാണ്ട് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്ന് എടുക്കാൻ നോക്കുന്നതാവും ബെറ്റർ. സോ നമ്മളുടെ ഡോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഇത്ര പോലും പൊന്തില്ല ായിരുന്നു. ബിക്കോസ് എൻ്റെ ആ ഒരു ഈസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും വലിയ കുഴപ്പം വന്നിട്ടില്ല. അങ്ങനെ ഞാനതിനെ ഹാഫാക്കിയിട്ട് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ അതിനെ പരത്തി അങ്ങോട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡോ എനിക്ക് തന്നെ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, എനിക്ക് തിൻ ക്രസ്റ്റ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അധികം മെജോറിറ്റിയാണ് പറയുന്നത്. ഷോപ്പിലൊക്കെ പോയാൽ കുറച്ചും കൂടി നല്ല തിക്കായിട്ട്, ഇനി നല്ല തടി ഉണ്ടാവും അതിൻ്റെ ഡോ. അപ്പം തന്നെ എൻ്റെ ഒന്നും ആരും കഴിക്കാറില്ല. അപ്പം തിൻ ക്രസ്റ്റാണ് കുറച്ചും കൂടി
ക്രഞ്ചിയും കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ പിസ്സ സോസ് ഉണ്ടാക്കിയിട്ട്, പിസ്സ സോസ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു സോസ് എടുക്കുക, അതിലേക്ക് കുറച്ച് സ്പൈസസ് ആയിട്ടുള്ളത് ഗാർലിക് പൗഡർ, ഓണിയൻ പൗഡർ, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, അങ്ങനെ കുറച്ച് സോൾട്ട് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് വെജീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതും ലാസ്റ്റിൽ ചിക്കനും ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഇതിനെ ഓവനിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മളുടെ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യൽ എപ്പോഴും ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോട്ട് ഡൗൺ ചെയ്തിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മൾ പെട്ടെന്ന് നേരെ കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നേരെ കുക്കിംഗ് റെസിപ്പി, കുക്കിംഗ് ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ട് നേരെ കുക്ക് ചെയ്യാനാണ് പോയിട്ടുള്ളത്. അപ്പം നമുക്ക് അതും കൂടി ചെയ്തുകൊണ്ട് തന്നെ അവിടെയുള്ള വ്യൂവും ആസ്വദിച്ച് കഴിക്കാമെന്നാണ് കരുതിയത്. ബട്ട് ആ ഒരു ടൈമിൽ എനിക്ക് എഴുതാനോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നോട്ട് ഡൗൺ ചെയ്യാനോ ഒന്നും തോന്നിയില്ല. എനിക്ക് ജസ്റ്റ് ആ പിസ്സ തന്നെ ഇരുന്ന് കഴിച്ച് എൻജോയ് ചെയ്യാനാണ് തോന്നിയത്. കാണുമ്പം ഇറ്റ് വിൽ ബി ലൈക്ക് ഇറ്റ്സ് ഓവർ കുക്ക്ഡ്, അങ്ങനെ ഒന്നും അല്ല കേട്ടോ. നൈസ് ആയിരുന്നു സാധനം. എസ്പെഷ്യലി ആ ഒരു തിൻ ക്രസ്റ്റ് ആയതുകൊണ്ട് നല്ല ക്രഞ്ചി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്ടോബർ മന്ത് ആയതുകൊണ്ട് തന്നെ സൺസെറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് മഗ്രിബാവും. അതായത് ഈവനിങ് ടൈം ഇപ്പോൾ വളരെ കുറവാണ് കിട്ടുന്നത്. ബിക്കോസ് അങ്ങനെ ആണല്ലോ, ടൈം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കല്ലോ. അപ്പോഴേക്കും എൻ്റെ മഗ്രിബ് പ്രേയേഴ്സും പിന്നെ ഖുറാനും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ കാണിക്കുന്നത്. ഇറ്റ്സ് അറൗണ്ട് 7:30 ഓർ ഇൻ ബിറ്റ്വീൻ 7:30 ഓർ 8 o'clock. നേരത്തെ പിസ്സ തിന്നുന്നതിനിടയ്ക്ക് നമ്മൾ എഴുതാൻ വിട്ടുപോയ നമ്മളുടെ ടു ഡു ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്ക് ടു റൂട്ടീനിലേക്ക് നമുക്ക് വരാം. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ചെയ്യാണ്ട് വെച്ചല്ലോ, അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ളതൊന്നും ഇതുവരെ നമ്മൾ എന്തെല്ലാം ചെയ്തെന്നുള്ളത് അതായത് സ്റ്റാർട്ടിങ് മുതലേ ഞാൻ എഴുതി വെക്കും കേട്ടോ. അങ്ങനെ വൺസ് എവറിത്തിങ് നോട്ട് ഡൗൺ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇങ്ങോട്ട് കിച്ചണിലേക്ക്. ഒബ്വിയസ്ലി നമുക്ക് ഇനി ഫുഡ് കുക്ക് ചെയ്യണം. ഞാൻ കഴിച്ചിട്ടുണ്ട് ശരിയാണ്, ബട്ട് ഞാൻ കഴിച്ച ശേഷം നേരെ നിങ്ങൾ കാണുന്നത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുള്ള ഗ്യാപ്പിലുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പം സമയം അറൗണ്ട് 8:30 ആണ്. അപ്പോൾ നേരെ പോകുന്നത് ഡിന്നർ കുക്ക് ചെയ്യാനാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കാൻ ഞാൻ പിസ്സ തിന്ന് അതിൻ്റെ പിന്നാലെ തന്നെ നൂഡിൽസും കൂടി ഉണ്ടാക്കാൻ പോകുന്നത് ഒരിക്കലുമല്ല. ഓക്കെ, അപ്പം നമ്മളുടെ നല്ല സ്പൈസി 3 ബുൾട്ടാക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഇത് ഒബ്വിയസ്ലി നല്ല സ്പൈസി ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചും കൂടി അതൊന്ന് എരിവൊന്നൊരു പരിവാവാൻ കുറച്ച് നല്ല രീതിയിൽ ഞാൻ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ എനിക്കിത് കഴിക്കുമ്പോൾ നല്ല സ്പൈസി ആയിട്ട് തന്നെ തോന്നിയത്. പറയുമ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും നല്ല സ്പൈസി തന്നെയായിരുന്നു. പിന്നെ അത് പറയാൻ വിട്ടോയ കാര്യം, ഞാൻ അതിൻ്റെ ആ സോസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടില്ല. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്കത് ഭയങ്കര സ്പൈസി ആയിട്ട് എനിക്ക് മുഴുവൻ കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ സ്പൈസസ് അതായത് അതിൻ്റെ ആ സോസ് പകുതിയെ ആഡ് ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും നല്ല എരിവുണ്ടായിരുന്നു. ഒരു സ്പൈസി ലവർ ആണെങ്കിൽ പോലും ഐ തിങ്ക് ഇത് കുറച്ച് നല്ല ഹാർഡ് തന്നെ ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ നോക്കി കണ്ടൊക്കെ നിങ്ങൾ കഴിച്ചോളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചീസ് ആഡ് ചെയ്ത് കൊടുത്താൽ അത് കുറച്ചും കൂടി ബെറ്റർ ആവും. ഞാൻ ചീസ് ആഡ് ചെയ്ത് കൊടുത്തില്ല. ഐ തിങ്ക് ചീസ് ആഡ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയേന്. ആഫ്റ്റർ ദാറ്റ് നമ്മളുടെ ഇഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ നല്ല ടയേർഡായിട്ടുണ്ട്. ഒന്നാമത് ഞാൻ ഇത്ര ടൈമൊന്നും കുക്ക് ചെയ്യാറില്ല. കിച്ചണിൽ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാവും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രി അങ്ങനെ കുളിക്കാറുമില്ല, പക്ഷേ ഞാൻ അത്രയും ക്ഷീണിച്ച് സ്വെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് ബാക്കി കലാപരിപാടികൾ തുടങ്ങാം. അങ്ങനെ നമ്മുടെ ഷോ റൂട്ടീനൊക്കെ കഴിഞ്ഞ് ഞാൻ എത്ര ലൈറ്റ്സ് ഇടാറില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. എനിക്ക് എപ്പോഴും കോസി മിനിമലായിട്ടുള്ള സ്പോട്ട് ലൈറ്റ്സ് മാത്രമാണ് രാത്രി ഇഷ്ടം. എസ്പെഷ്യലി നമ്മൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇങ്ങനെ
അത് തന്നെ ഞാൻ മനസ്സിലായത്. ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ ഒരു ഷീറ്റ് മാസ്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി സ്കിൻ കെയർ. ഇത് ആക്ച്വലി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരുമിച്ച് വാങ്ങിച്ചതായിരുന്നു, ഒരുമിച്ച് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട്. ബിക്കോസ് ഞാൻ ഇതുവരെ ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ആളുടെ ഫേസിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരുമിച്ച് സ്കിൻ കെയർ ചെയ്യണമെന്ന് കരുതി വാങ്ങിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലിമിറ്റഡ് ടൈമും ഉള്ളായിരുന്നു ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ. നമ്മളതായ സ്പെൻഡ് ചെയ്ത് പോകുമ്പോഴേക്കും ആൾക്ക് തിരിച്ച് ദുബായിലോട്ട് തിരിച്ചു പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. ആളങ്ങനെ വല്ല സ്കിൻ കെയർ പേഴ്സൺ ഒന്നല്ല, പക്ഷേ എൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിന്ന് തന്നതായിരുന്നു. പക്ഷേ ചാൻസ് കിട്ടിയില്ല എന്ന് മാത്രം. ഇനിയും ടൈം ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളുടെ ബാക്ക് ടു സ്കിൻ കെയർ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ നമ്മൾ സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ടടാ. ഇന്ന് പിന്നെ ഞാൻ നോർമലി ചെയ്യാറുള്ളത് അധികം ഫോണിൽ തന്നെ കളിച്ചിരിക്കും. ഒന്നല്ലേ കോൾ ചെയ്യും, അല്ലെങ്കിൽ ബിഗ് ബോസ് കാണും, അല്ലെങ്കിൽ റീൽസ് കണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്തിരിക്കാറ് പതിവ്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വരുന്ന ഒരു ഭ്രാന്താണ് ബുക്ക് വായിക്കുക എന്നുള്ളത്. ഞാനങ്ങനെ എപ്പോഴും വായിക്കുന്ന ഒരു പേഴ്സൺ ഒന്നല്ല. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ മാത്രം വായിക്കലുള്ളൂ. അതുതന്നെ കുറച്ച് സമയത്തേക്ക് അങ്ങനെ വായിച്ചു. ഞാനാണെങ്കിൽ വായിക്കലും അങ്ങനെ തന്നെയാണ്. ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടുള്ള ബുക്സാണ് അധികം പ്രിഫർ ചെയ്യൽ. പിന്നെ ഈ പോപ്റ്റ് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിങ്കോൻ്റെ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് കരുതി വാങ്ങിച്ചതാണെങ്കിലും ബട്ട് നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര ക്രിസ്പി ഫ്ലേവറാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ്. എനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് മനസ്സിലാക്കാൻ ബൈ, സ്വീറ്റ് ഡ്രീംസ്.